മുതൽ നിരവധി വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴിയൊരുക്കിയ ചിത്രം. 2024 പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന തമിഴ് ചിത്രങ്ങളിലൊന്ന്. അതെ, അരുൺ മതേശ്വരൻ സംവിധാനം ചെയ്ത് ധനുഷ് നായകനായി എത്തുന്ന ബിഗ് ബജറ്റ് ചിത്രം ക്യാപ്റ്റൻ മില്ലർ. ധനുഷിന്റെ വാത്തി എന്ന സിനിമയുടെ വൻ വിജയത്തിന് ശേഷം പുറത്തെത്തുന്ന ചിത്രമായതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ മില്ലറിൽ പ്രേക്ഷകർക്ക് വലിയ പ്രതീക്ഷയാണുള്ളത്. 1930കളിലെയും 40കളിലെയും മദ്രാസ് പ്രസിഡൻസി പശ്ചാത്തലമാക്കിയുള്ള ആക്ഷൻ അഡ്വഞ്ചർ ചിത്രം പ്രധാനമായും ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ കഥയാണ് പറയുന്നത്. തന്റെ ഗ്രാമത്തിലെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിനായി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം നയിക്കുന്ന ക്യാപ്റ്റൻ മില്ലർ അഥവാ വിപ്ലവ നായകനായാണ് ചിത്രത്തിൽ ധനുഷ് എത്തുന്നത്. ചിത്രത്തിൻ്റെതായി കഴിഞ്ഞ ദിവസം പുറത്തെത്തിയ ട്രെയിലർ ആരാധകർക്കിടയിൽ പല സംശയങ്ങൾക്കും വഴിയൊരുക്കിയിട്ടുണ്ട്. ഒരേ സമയം ധനുഷ് ഒരു കൊള്ളക്കാരനാണോ, പട്ടാളക്കാരനാണോ, അതോ രക്ഷകനാണോ എന്ന് തോന്നിപ്പിക്കുന്ന ട്രെയിലർ നിമിഷ നേരം കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയത്. മാത്രമല്ല, 5 ഡയലോഗുകളും ആക്ഷൻ രംഗങ്ങളും ഉൾപ്പെടുന്ന ചിത്രം മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ് സമ്മാനിക്കുമെന്ന ഉറപ്പും ട്രെയിലർ നൽകുന്നുണ്ട്. ട്രെയിലർ മാത്രമല്ല, ചിത്രത്തിൻ്റെതായി പുറത്തെത്തിയ പോസ്റ്ററുകളും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ധനുഷ് ഒരു ആയുധമേന്തി നിൽക്കുന്ന ക്യാപ്റ്റൻ മില്ലറിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും റഷ്യൻ വിപ്ലവത്തിന്റെ നേതാവ് ലെനിന്റെ ചിത്രവും ഒരു ഉടുക്ക് കയ്യിൽ പിടിച്ചു നിൽക്കുന്ന ധനുഷിന്റെ പോസ്റ്ററും സോഷ്യൽ മീഡിയയിൽ തരംഗം സൃഷ്ടിച്ചിരുന്നു. പോസ്റ്റർ പുറത്തു വന്നതിന് പിന്നാലെ ചിത്രം റഷ്യൻ വിപ്ലവത്തിന്റെ കഥയാണ് പ്രമേയമാക്കുന്നത് എന്ന രീതിയിൽ വരെ ചർച്ചകൾ ഉടലെടുത്തിരുന്നു. അതേസമയം ക്യാപ്റ്റൻ മില്ലർ സിനിമയ്ക്കെതിരെ ചില വിവാദങ്ങളും നിലനിന്നിരുന്നു. അതിൽ പ്രധാനപ്പെട്ടത് ചിത്രീകരിച്ച സ്ഥലവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദമാണ്. വന്യമൃഗങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കുന്ന തരത്തിലായിരുന്നു ക്യാപ്റ്റൻ മില്ലറിന്റെ ചിത്രീകരണം എന്ന ആരോപണവുമായി പരിസ്ഥിതി പ്രവർത്തകർ രംഗത്തെത്തുകയായിരുന്നു. ഹൈബീം ലൈറ്റുകൾ വന്യജീവികളെ ബാധിക്കുന്നതായി പ്രദേശവാസികൾ ആശങ്ക പ്രകടിപ്പിച്ചുവെന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ പ്രധാനമായും ആരോപിച്ചത്. വിവാദം രൂക്ഷമായതിനു പിന്നാലെ സംവിധായകൻ ഇക്കാര്യത്തിൽ വിശദീകരണം നൽകുകയും ചെയ്തു. ടൈഗർ റിസർവിലല്ല ക്യാപ്റ്റൻ മില്ലർ ചിത്രീകരിച്ചതെന്നും ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് ചിത്രം ചിത്രീകരിച്ചതെന്നും അതിനായി അനുവാദം വാങ്ങിച്ചിരുന്നുവെന്നും സംവിധായകൻ പറഞ്ഞതോടെയാണ് ആ വിവാദം ഒന്ന് കെട്ടടങ്ങിയത്. വിവാദങ്ങൾ ചെറിയ രീതിയിൽ തലപൊക്കിയെന്നല്ലാതെ ചിത്രത്തെ അത്ര കാര്യമായി ബാധിച്ചിരുന്നില്ല. എന്തായാലും ധനുഷിന്റെ കരിയറിലെ ഏറ്റവും വലിയതും 47ാമത് ചിത്രവുമായ ക്യാപ്റ്റൻ മില്ലർ റിലീസിനൊരുങ്ങുകയാണ്. പൊങ്കൽ റിലീസായി ജനുവരി 12-നാണ് ചിത്രം റിലീസിനെത്തുന്നത്. സെന്തിൽ ത്യാഗരാജനും അർജുൻ ത്യാഗരാജനും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. കന്നഡ താരം ശിവരാജ് കുമാർ, പ്രിയങ്ക മോഹൻ, തെലുങ്ക് താരം സുന്ദീപ് കിഷൻ തുടങ്ങി വൻ താരനിരയും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.